ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഇങ്ങനെ ഓൺ വോയിസ് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും വിഷുവിനെ കുറിച്ചുള്ള ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടപ്പം എനിക്ക് അങ്ങനെ ഇടാനൊന്നുമില്ല. കാരണം എൻ്റെ നോർമൽ ഡേ പോലെയാണ് എനിക്ക്. ഞാൻ 3 years ആയിട്ട് വിഷു ഹൗസിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്. പക്ഷെ അമ്പലങ്ങളിൽ പോകാൻ പറ്റുമോ? ഈ വട്ടം ക്ലാസ് ഉണ്ടായിട്ട് അതൊന്നും പറ്റിയടാ. കാര്യം അമ്പലവും അങ്ങനെ ഒന്നും പറ്റി ഭയങ്കര വിഷമമായി. എല്ലാവരും വ്ളോഗ്സൊക്കെ കണ്ടപ്പം എനിക്കുണ്ട് ആഗ്രഹം വിഷുവിൻ്റെ ഇടണമെന്ന്. ദൈവാനുഗ്രഹം കണ്ട് നമുക്ക് അടുത്ത വർഷം നോക്കാം അങ്ങനെ വ്ളോഗ് ഇടാൻ പറ്റുമോയെന്ന്. അതുപോലെ തന്നെ വിഷുവിൻ്റെ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാം ഞങ്ങളുടെ അടുത്ത്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളെ ചേട്ടനെ ഞാനൊക്കെ ആയിട്ട് പോയി കണിക്കൊന്നയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വന്നിട്ട് ഈ വിളക്ക് തേക്ക് അടി ഉണ്ടാക്കും. ഞങ്ങൾ വീട്ടിലന്ന് ഏറ്റവും വലിയ വിളക്കാണ് കത്തിക്കണേ. അത് നമ്മൾ അടിയാ, നീ തേക്ക് ഞാൻ തേക്ക് നീ തേക്ക്, നമ്മൾ വീട് വൃത്തിയാക്കുന്നത്, നീ അത് അവിടെ തൂക്കണം ഞാൻ ഇത്ര ഭാഗം തൂക്കും. നമ്മളിങ്ങനെ 50-50 ഇല്ലേ, അങ്ങനെ അതൊക്കെ ഷെയർ ഇടും. അങ്ങനെയൊക്കെ ഷെയർ ഇട്ടിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അടിയായിരിക്കും നമ്മളെപ്പോഴും. അതൊക്കെ ഓർക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മിസ് ചെയ്യുന്നത്. ഈയോട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ 2 മക്കളും ഇല്ലായിരുന്നു വിഷു ആഘോഷിക്കാൻ, അവർ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അപ്പം അവർക്കും അതൊരു വിഷമമായി. പിന്നെന്താ പറയുക, വിഷു കഴിഞ്ഞിട്ട് കൈ മേടിച്ച കാലങ്ങൾ മറന്ന് എല്ലാം നമുക്കിപ്പോൾ ഒരു മെമ്മറീസ്. ഹോസ്റ്റൽ ലൈഫ് ആകുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മതം ഈ സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ണു നിറഞ്ഞു വരിക, കരയാൻ വരിക. പണ്ടത്തെ വിഷുവിൻ്റെ കാര്യങ്ങളും ആലോചിക്കുമ്പം. അപ്പം എത്രയുള്ളൂ, നാളെ കാണാം, ബൈ.